ദൈവത്തിൽ വിശ്വസിക്കുന്നവനെ ദൈവം വിടുവിക്കും. അതിന് സിംഹങ്ങളുടെ കുഴിയിൽ, വിശ്വാസത്തിന് പേരിൽ സിംഹങ്ങളുടെ കുഴിയിൽ എറിഞ്ഞു കളഞ്ഞാലും സിംഹത്തിന്റെ വായ അടയ്ക്കുവാൻ ദൈവം ശക്തനാണ്. ദൈവത്തിൽ വിശ്വാസമുള്ളവന് വേണ്ടി ദൈവം തന്റെ ദൂതന്മാരെ ഇറക്കി നമ്മളെ വിടുവിക്കും. ഹല്ലേലൂയ. ഇന്നത്തെ ശാലോം സന്ദേശത്തിൽ പരിശുദ്ധാത്മാവ് തരുന്ന ആലോചന, ദൈവത്തിന്റെ ദൂതൻ തന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. 37 സങ്കീർത്തനത്തിലെ 7-ാമത്തെ വാക്യമാണ്. യഹോവയുടെ ദൂതൻ തന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. ഞാൻ എൻ്റെ ദൈവത്തിന്റെ സന്നിധിയിൽ തീരുമാനമുള്ളവനാണോ? ദൈവത്തെ ആരാധിക്കുന്ന വിഷയത്തിലും ദൈവത്തിന്റെ കാര്യങ്ങളിലും ദൈവികമായ വിഷയങ്ങളിലും ആത്മീയ കാര്യത്തിലും ഒരു തീരുമാനമുള്ള വ്യക്തിയാണോ അല്ലയോ എന്നുള്ളതാണ് ദൈവത്തിന്റെ വിടുതലിന്റെ ആധാരം. ഇവിടെ ദാനിയേൽ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ അനുഭവമാണ് ഇന്നത്തെ ധ്യാനത്തിൽ പരിശുദ്ധാത്മാവ് നൽകിയ അടുത്ത വചനം. ദാര്യാവേശ് രാജാവ് ദാനിയേലിനെ സിംഹക്കുഴിയിൽ എറിയുവാനായിട്ട് കൽപ്പന കൊടുക്കുക. ചക്രവർത്തി ആരാധന നിൽക്കുന്ന കാലം, അത് ബാബേൽ ചക്രവർത്തിയും അല്ലെങ്കിൽ പേർഷ്യൻ ചക്രവർത്തിയും മേദ്യ പേർഷ്യ ചക്രവർത്തി എല്ലാം ഭരിക്കുന്ന സമയത്ത് ഇതുകൊണ്ട് ചക്രവർത്തിമാരെ ആരാധിക്കുക, അവരുടെ ദൈവന്മാരെ ആരാധിക്കുക, എല്ലാവരും നിർബന്ധിതമായി അവരെ ആരാധിക്കണം. ദാര്യാവേശ് രാജാവിന്റെ കാലത്ത് ദാനിയേല് വലിയ രാജകീയ പദവിയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനായിരിക്കുമ്പോൾ അസൂയ കൊണ്ട് അവനെ കുടുക്കാനായിട്ട്, അവൻ യഹോവയെ ആരാധിക്കുന്നത് കൊണ്ട് അവനെതിരെ കുറ്റം കണ്ടുപിടിച്ചു. രാജാവിനെ നമസ്കരിക്കുന്നില്ല. അങ്ങനെയുള്ളവനെ സിംഹത്തിന്റെ കുഴിയിൽ എറിയണമെന്ന് ദാനിയേൽ പ്രവചന 6-ാം അധ്യായത്തിലെ സംഭവം വായിക്കുമ്പോൾ കാണാൻ പറ്റും. ഒടുവിൽ ദാനിയേലിനെ സിംഹത്തിന്റെ കുഴിയിലേക്ക് എറിഞ്ഞു കളയുന്ന സംഭവം കാണുന്നു. എന്നാൽ എന്ത് സംഭവിച്ചെന്നറിയാമോ? 6-ാം അധ്യായം 22-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് സിംഹത്തിന്റെ വായ അടച്ചു കളഞ്ഞു. ഹല്ലേലൂയ. എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ചു സിംഹത്തിന്റെ വായ അടച്ചു കളഞ്ഞു. അതെ, നിങ്ങളെ വിഴുങ്ങിക്കളയും, തകർത്ത് കളയും, കൊന്നുകളയും എന്നൊക്കെ വാദിക്കുന്ന ശത്രുവിനെ അതിൻ്റെ വായ അടച്ചു കളയുവാൻ ദൈവത്തിന് ശക്തിയുണ്ട്. നിങ്ങൾ സേവിക്കുന്ന ദൈവത്തിന്, നാം സേവിക്കുന്ന ദൈവത്തിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ. ഒരുപക്ഷെ നമ്മൾ കാണുന്ന അക്ഷരീയമായ ഒരു സിംഹമായിരിക്കുകയല്ല നമ്മളെ വിഴുങ്ങാനായി നിൽക്കുന്നത്. ദൈവത്തെ ആരാധിക്കുന്നതിന്റെ പേരിൽ നിന്റെ രോഗം എന്താ സൗഖ്യമാകാത്തെ? ദൈവത്തെ ആരാധിച്ചിട്ട് നിന്റെ കടഭാരം എന്താ മാറാത്തെ? ദൈവത്തെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് നിന്റെ പ്രശ്നങ്ങൾക്കൊന്നും മാറ്റം വരുന്നില്ലല്ലോ, നിന്റെ തലമുറകൾക്ക് ഭാവി ഉണ്ടാകുന്നില്ലല്ലോ. ഈ ചോദ്യങ്ങൾ കേൾക്കുന്നവരെ, നിങ്ങളോടാ പരിശുദ്ധാത്മ പറയുന്നത്, എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയക്കും നിങ്ങളുടെ വിഷയത്തിൽ ഇടപെടുവാനായി. നിങ്ങളെ വിഴുങ്ങുമെന്ന് പറയുന്ന ശത്രുവിന്റെ വായ അടച്ചു കളഞ്ഞിട്ട് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ, നിങ്ങളുടെ വിഷയങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ ആമേൻ. ദൈവശക്തനാണ്. 6-ാം അധ്യായം 23-ാം വാക്യത്തിൽ ദാനിയേല് ദാര്യാവേശ് രാജാവിനോട് പറയുന്ന കാര്യവും അവിടെ ദൈവം ഇടപെട്ട കാര്യം എഴുതിയിരിക്കുകയാണ്. അവർ ദാനിയേലിനെ ഗുഹയിൽ നിന്നും കയറ്റി. അവൻ തൻ്റെ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നുകൊണ്ട് അവന് യാതൊരു കേടും പറ്റിയതായി കണ്ടില്ല. ദൈവത്തിൽ വിശ്വസിച്ചിരുന്നുകൊണ്ട് അവന് യാതൊരു കേടും പറ്റിയതായി കണ്ടില്ല. അതെ, ഈ ഒരു സാക്ഷ്യം നിങ്ങളെക്കുറിച്ച് പറയും. ഹല്ലേലൂയ. കേടുവരുത്തുവാനും തകർത്ത് കളയുവാനും ഇനി ഒന്നും ബാക്കി കാണുകയെന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ തലമുറ പോലും അവശേഷിക്കില്ലെന്ന് പറഞ്ഞ് വിധി എഴുതിയുടെ നടുവിൽ ഒരു കേടുപോലും പറ്റാതെ ദൈവം നിങ്ങളെ നിർത്തും. ഹല്ലേലൂയ. നിങ്ങൾ തല ഉയർത്തി നടക്കും. അവന് ദൈവത്തിങ്കൽ പോലും രക്ഷയില്ലെന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നെന്നാണ് 3-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറഞ്ഞു. അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല, അവനൊരു വ്യാധി പിടിച്ച് കിടപ്പില്ല, ഇനി അവൻ എഴുന്നേക്കത്തില്ല, അവന് ഒരു വിടുതലും നടക്കാൻ പോകുന്നില്ലെന്ന് പറയുന്നതിന് നടുവിൽ, ദൈവമേ നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വം എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു. അതെ, രക്ഷ യഹോവയിൽ നിന്ന് വരുന്നു. മനുഷ്യരല്ല നമ്മളെ രക്ഷിക്കുന്നത്. മനുഷ്യർ നമ്മളെ നശിപ്പിക്കാൻ നോക്കുമ്പോൾ രക്ഷിക്കാൻ ദൈവമുണ്ട്. അവൻ തൻ്റെ ദൂതനെ അയക്കും. വിശ്വസിച്ചോ? ദൈവം തൻ്റെ ദൂതനെ നിങ്ങൾക്ക് വേണ്ടി അയക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിങ്ങളെ തകർത്ത് കളയാൻ നോക്കുന്ന എവിടെയും ദൈവം ദൂതനെ അയക്കുന്നതെല്ലാം നമ്മൾ നോക്കുമ്പം ബൈബിളിൽ കാണുന്നതെല്ലാം നമ്മുടെ ഭാവി ഇല്ലാതാക്കുവാനോ തകർത്ത് കളയുവാനോ നോക്കുന്ന ശത്രു എഴുന്നേറ്റ് വരുമ്പോഴാണ്. പത്രോസിനെ കാരാഗൃഹത്തിൽ കൊല്ലാനായി പിടിച്ചിട്ട കാര്യമാണ് അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൽ കാണുന്നത്. യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു. എന്നാൽ പത്രോസിനെ പിടിച്ചപ്പോൾ സഭസത്യയോടെ പ്രാർത്ഥിക്കുകയാണ്. അവിടെ ദൈവത്തിന്റെ ദൂതൻ കാരാഗൃഹത്തിൽ ഇറങ്ങി വന്ന് പത്രോസിനെ പുറത്തു കൊണ്ടുവരികയാണ്. പൗലോസും അവനോട് കൂടെ ഉണ്ടായിരുന്ന തടവ് പുള്ളികൾ ഉൾപ്പെടെയുള്ള 276 പേര് നശിക്കാൻ പോകുകയാണ് എന്ന് പറഞ്ഞാൽ വലിയ അനർത്ഥത്തിൽ അകപ്പെട്ട കപ്പൽ തകർന്ന് തീരാൻ പോവുകയാണ്. ആ സമയത്താണ് ദൈവത്തിന്റെ ദൂതൻ അവനോട് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. പ്രിയമുള്ളവരെ, ദൈവം തന്റെ ദൂതനെ അയക്കും. പത്മോസ് ദ്വീപിൽ യോഹന്നാൻ കിടക്കുകയാണ്.
മരണം കാത്തു കിടക്കുക എന്ന് പറഞ്ഞാൽ അവൻ കാത്തിരിക്കുന്ന മരണമല്ല, യേശുവിനെ കാത്തിരിക്കുന്നു. പക്ഷെ ലോകം അവൻ മരിക്കും, അവൻ നശിക്കും നോക്കിയിരിക്കുമ്പോൾ അവിടെ യേശു തന്നെ ഇറങ്ങി വന്നിരിക്കുകയാണ്. അതിനുശേഷം തൻ്റെ ദൂതൻ ഇറങ്ങി വന്ന്, ദൈവത്തിൻ്റെ ദൂതൻ വന്ന് പറയുക, ഇവിടെ കയറി വരിക. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവം തൻ്റെ ദൂതനെ അയക്കും. യഹോവയുടെ ദൂതൻ തൻ്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയം ഇറങ്ങി അവരെ വിടുവിക്കും. 91 സങ്കീർത്തനം 11 വാക്യം എഴുതിയിരിക്കുന്നു, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ആമേൻ. ദൈവം നിങ്ങളുടെ വിഷയത്തിൽ ഇടപെടുവാൻ ദൂതനോട് കൽപ്പിക്കാൻ പോകുക. ആമേൻ. നിങ്ങൾ ഭാരപ്പെടുന്ന ഏറ്റവും വലിയ വിഷയം, നിങ്ങളെ ഇല്ലായ്മയാക്കുമെന്ന് പറഞ്ഞ് മുൻപിൽ കയറി നിൽക്കുന്ന പ്രശ്നം, അതിനെ നേരിടുവാൻ ദൈവം തൻ്റെ ദൂതനെ അയക്കാൻ പോകുകയാണ്. ഈ ദൂതൻ നിങ്ങൾ ഏറ്റെടുത്തോ, നിങ്ങളുടെ വിഷയത്തിൽ ദൈവം തൻ്റെ ദൂതനെ അയക്കട്ടെ. അവൻ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നുകൊണ്ട് അവന് യാതൊരു കേടും പറ്റിയില്ല. വിശ്വാസം കുറയരുത്, സംശയിക്കരുത്. ദൈവം നിങ്ങളെ ഒരു സാക്ഷ്യമാക്കി നിർത്തും. ഹല്ലേലൂയ. തകർന്നു പോകുന്നു പറഞ്ഞ് നോക്കി നിന്നവരുടെ നടുവിൽ ദൈവം നിങ്ങളെ ഉറപ്പിച്ചു നിർത്തും. ഹല്ലേലൂയ. ഒരു കേടും പറ്റിയതായി കാണാനില്ലാതെ, ഒരു കേടും പറ്റാതെ അവൻ നിങ്ങളെ നിർത്തും. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഈ സന്ദേശങ്ങൾക്ക് നിന്റെ പ്രിയപ്പെട്ടവരെ തകർക്കാനായി ശത്രു ഉണ്ടാക്കുന്ന സകല പദ്ധതികളും തന്ത്രങ്ങളും തകരട്ടെ. ആ തന്ത്രങ്ങൾ മുഴുവൻ തകരുകയും ഒരു കേടും പറ്റിയിട്ടില്ലെന്ന് പറയത്തക്ക രീതിയിൽ കർത്താവെ, ഈ മക്കളെ, ഇവരുടെ തലമുറകളെ, ഇവരുടെ ഭാവിയെ ദൈവികമായ കർത്താവെ ഒരു വലിയ ഉയർച്ചയിൽ കാണുവാനിടയാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ദൂതന്മാർ ഈ മക്കൾ കൊണ്ട് ഇറങ്ങട്ടെ. ശത്രുവിൻ്റെ സകല പോടുകളും മാറിപ്പോകട്ടെ. ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങി നിന്റെ മക്കൾക്ക് വേണ്ടി ഇടപെടട്ടെ. കർത്താവെ, വലിയ അത്ഭുതങ്ങൾ നടത്തണമേ, അത്ഭുതങ്ങൾ നടത്തണമേ. അവരുടെ വിഷമസന്ധികളിൽ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. നീ അത്ഭുതം ചെയ്യും. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ. ആമേൻ, ആമേൻ, ആമേൻ. വിശ്വസിക്കുക, കർത്താവ് കൂടെയുണ്ട്. തകരുവാൻ നോക്കുന്നവരുടെ നടുവിൽ, തകർക്കുവാൻ നോക്കുന്നവരുടെ നടുവിൽ ദൈവം നിങ്ങളെ നിർത്തും, ഒരു കേടും പറ്റാതെ. ഈ സന്ദേശം കുറെ പേർക്ക് പങ്കുവയ്ക്കുക. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ.